ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒപ്പോ A5 2020 എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കനോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് നോക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ നമുക്കിതിലൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ലഭിക്കുന്നുണ്ട്. പിന്നെ താഴെ കുറച്ച് ഭാഗം ചെറിയൊരു ബെസൽസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കംപ്ലീറ്റ് ഡിസ്പ്ലേ ലഭിക്കില്ല, എങ്കിലും ഒരു 82% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. പെർഫോമൻസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് ക്വാൾകോം Snapdragon 665 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ OS വേർഷൻ എന്ന് പറയുന്നത് Android 9 പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 3 വേരിയൻറ്റുകൾ ലഭിക്കുന്നുണ്ട്. ഒന്ന് 3GB RAM 64GB ഇൻ്റേണൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ 4GB RAM 64GB ഇൻ്റേണൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ 4GB RAM 128GB ഇൻ്റേണൽ സ്റ്റോറേജ്. പിന്നെ നമുക്ക് 128GB സ്റ്റോറേജ് നമുക്ക് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് SD കാർഡ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. സോ നമ്മൾ 2 സിം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു SD കാർഡ് സെപ്പറേറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറയാണ് ലഭിക്കുന്നത്. സോ ഫസ്റ്റ് ഒരു 12 മെഗാപിക്സലിൻ്റെ f1.8 അപ്പാർച്ചറോട് കൂടി വരുന്ന ഒരു മെയിൻ സെൻസർ ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമുക്കൊരു 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസാണ് ലഭിക്കുന്നത്. സോ ഇതിൽ നമുക്കൊരു 118 ഡിഗ്രി വരെ വൈഡ് ആംഗിൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതൊരു 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസാണ്. പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് സെൻസർ നമുക്ക് താഴെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു LED ഫ്ലാഷും കാണാൻ സാധിക്കുന്നതാണ്. സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പാർച്ചറോട് കൂടി വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചിൻ്റെ ഉള്ളിലാണ് നമുക്ക് സെൽഫി ക്യാമറ ലഭിക്കുന്നത്. ബാറ്ററിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 10 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ USB Type-C പോർട്ടാണ് ലഭിക്കുന്നത്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വളരെ മികച്ചൊരു ബാറ്ററിയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം 5000 mAh എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു ബാറ്ററി തന്നെയാണ്. പിന്നെ റിവേഴ്സ് ചാർജിങ് സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകൾക്കൊന്നും വരാറില്ല. സോ അതും ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 2 കളേഴ്സിൽ അവൈലബിൾ ആണ്, മിറർ ബ്ലാക്ക് അതുപോലെ തന്നെ ഡാസ്ലിംഗ് വൈറ്റ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 12500 രൂപയാണ് ബേസ് വേരിയൻറ്റ്, അതായത് 3GB റാമും 64GB ഇൻ്റേണൽ സ്റ്റോറേജും. അതുപോലെ തന്നെ ഇതിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് September 21 സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Oppo A5 2020 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. സോ എല്ലാ കമൻറ്റ്സിനും ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നതാണ്. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.